പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്തുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് നഗോഡകളെ പറ്റിയിട്ടാണ്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്ന നഗോഡകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ നിരന്തരമായിട്ടുള്ള ചൂഷണങ്ങൾക്കെതിരെ അവർ കണ്ടെത്തിയ പ്രതിഷേധ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ജനദ്രോഹ നയത്തിനെതിരെ പ്രതിഷേധിച്ച ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവർ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയാണ് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ബ്രിട്ടീഷുകാരുടെ ജനദ്രോഹ ഭരണത്തിനെതിരെ പ്രതിഷേധിച്ച നിരവധി ആൾക്കാരുണ്ടായിരുന്നു. അതിൽ പരമ്പരാഗത തൊഴിലാളികൾ ഉൾപ്പെടെ പെടുന്നവരുണ്ടായിരുന്നു. കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗ്ഗക്കാർ, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ജനവിഭാഗങ്ങളും കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇരയായിരുന്നു. അപ്പോൾ ആദ്യമുള്ള ആൾക്കാരായിരുന്നു കർഷകർ. ഇവിടെ ഒരു പ്രസ്താവന ചോദ്യത്തിന് സാധ്യതയുണ്ട്. ഇവിടെ 4 പോയിൻ്റാണുള്ളത്. ബംഗാൾ കമ്പനി കീഴടക്കി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കീഴടക്കി, പ്ലാസി യുദ്ധം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതിനെ തുടർന്ന് ബംഗാൾ കീഴടക്കി. അങ്ങനെ ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായിട്ടുള്ള കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അവരതിനായിട്ട് കർഷകർക്കുമേൽ നടത്തിയ ദ്രോഹങ്ങളാണ് അവിടെ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. 5 പോയിൻ്റാണുള്ളത്. കർഷകർക്കുമേൽ അമിതമായിട്ടുള്ള നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. ഇനി വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം തങ്ങളുടെ കൃഷി നശിച്ചാലും അവർക്ക് നികുതി കൊടുക്കേണ്ടി വരുന്ന അതിന് നിർബന്ധിതരാവേണ്ടി വന്നു. നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. അതേപോലെ നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ, ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. അല്ലാണ്ട് അവർ കൃഷി ചെയ്തിരുന്ന ഭക്ഷ്യവിളകൾ പകരം കൊടുക്കുക അങ്ങനെയുള്ള രീതികളൊന്നുമില്ല. നികുതി പണമായിട്ട് തന്നെ കൊടുക്കണം. നികുതി പിരിക്കാൻ ജമീന്ദാർമാർ ആയിരുന്നു നേതൃത്വം നൽകിയത്. ഇനി ഈ നികുതി തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കർഷകർ എന്ത് ചെയ്തു? പണത്തിനായിട്ട് കർഷകർക്ക് പലിശക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. അവരെ സാഹുക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാർ ജമീന്ദാർമാരും നികുതി പലിശക്ക് കൊടുക്കുന്നവർ സാഹുക്കാരുമായിരുന്നു. ഇനി കർഷകർക്കുമേൽ ഇത്തരത്തിലുള്ള ജനദ്രോഹ നടപടികൾ സ്വീകരിച്ചു. അതിനെ തുടർന്ന് ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. അവരുടെ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന സംസ്കൃത വസ്തുക്കളായിരുന്നു ഇവ. അങ്ങനെ അവരെന്ത് ചെയ്തു? ബംഗാളിലെ കർഷകരോട് എന്ത് ചെയ്തു? അവരുടെ കാർഷിക വിളകൾക്ക് പകരം ഈ ചണം, പരുത്തി, നീലം തുടങ്ങിയ കൃഷികൾ ചെയ്യാൻ നിർബന്ധിച്ചു. അവരുടെ തോട്ടങ്ങൾ കാർഷിക വിളകൾക്ക് പകരം എന്തായി മാറി? ചണത്തിൻ്റെയും നിലത്തിൻ്റെയും പരുത്തിയുടെയും തോട്ടങ്ങളായിട്ട് മാറി. കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ എന്ത് ചെയ്തു? തൊഴിലാളികളായിട്ട് മാറുകയും ചെയ്തു. ഇതാണ് കർഷകരുടെ അവസ്ഥ. അടുത്തത് ഗോത്ര ജനതയ്ക്കെതിരെയായിരുന്നു. കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല, ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്നതുകൂടി അവരുടെ ലക്ഷ്യമായിരുന്നു. ഇതിനായിട്ട് അവർ വനനിയമങ്ങൾ ആവിഷ്കരിക്കുകയും ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായിട്ട് കമ്പനിയുടെ അധീനതയിലാവുകയും ചെയ്തു. അവർ പരമ്പരാഗതമായിട്ട് വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന ഗോത്ര ജനതയുടെ ജീവിതത്തെ വല്ലാണ്ട് ഇതൊക്കെ ബാധിക്കുകയും അതോടുകൂടി ഗോത്രജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതികളും തടസ്സപ്പെടുകയും ചെയ്തു. വനം കൊള്ളയടിക്കുക, വനസമ്പത്ത് കൊള്ളയടിക്കുക, അതിനായിട്ട് അവർ വനനിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് വർഷം 1853 ഏപ്രിൽ 16 അതായത് നമ്മുടെ വിഷുവിന് 2 ദിവസം ശേഷം. ഓക്കെ, അങ്ങനെ ഓർത്തു വെച്ചോ. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 15 വിഷുവുണ്ട്, അത് വെച്ച് നോക്കണ്ട. ഏപ്രിൽ മാസം 16 വിഷു കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ട്രെയിനിൽ, അത് ഓർത്ത് വെച്ചോളൂ. അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. സമയമൊന്നും ഓർക്കണ്ട, എന്നാൽ ഓർത്തോ. 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. എത്ര കോച്ചുകളുണ്ടായിരുന്നു? 14 കോച്ചുകളായിരുന്നു ഈ വണ്ടിയിലുണ്ടായിരുന്നത്. അതേപോലെ 400 യാത്രക്കാരുണ്ടായിരുന്നു. ഇനി കേരളത്തിലാണെങ്കിലോ 1861 മാർച്ചിലായിരുന്നു തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയത്. ഇന്ത്യയിൽ 1853 ഏപ്രിൽ 16 1861 മാർച്ചിൽ നമ്മുടെ കേരളത്തിൽ. ഓക്കെ, ഇനി ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവരെ ചൂഷണം ചെയ്യുന്നതിനായിട്ട് റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. വനനിയമങ്ങൾ ആവിഷ്കരിക്കുക മാത്രമല്ല, റോഡ്, റെയിൽവേ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അവർ വനം കൊള്ളയടിക്കുകയും വനനശീകരണം മുതലായ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്തു. അതോടുകൂടി ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമായി. അടുത്തത് നെയ്ത്തുകാർക്കെതിരെയായിരുന്നു. കമ്പനിയുടെ
ദ്രോഹ നടപടികൾ. അതെങ്ങനെയാണെന്ന് നോക്കാം. അസംസ്കൃത വസ്തുവായിട്ടുള്ള പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്ന അസംസ്കൃത പരുത്തി അതിലെ അസംസ്കൃത വസ്തുവായിട്ട് ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായിട്ടുള്ള വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യയിൽ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. അസംസ്കൃത വസ്തുവായിട്ട് നമ്മുടെ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്തു? വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഇവിടെ ഉയർന്ന നികുതി ചുമത്തുകയും ചെയ്തു. ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഒരു 3 പോയിന്റ് ഓർത്തു വെക്കണം. അസംസ്കൃത വസ്തുവായിട്ടുള്ള പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചതും, ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായിട്ടുള്ള വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതും, അതേപോലെ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തിയതും. അങ്ങനെ കമ്പനി ഭരണത്തിൻ്റെ ഫലമായിട്ട് ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായിട്ടുള്ള വിഭാഗങ്ങൾ എല്ലാവരും സംഘടിച്ച് കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായിരുന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. സംഘടിത സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. അപ്പോൾ സന്യാസി കലാപവും ഫക്കീർ കലാപവും എവിടെയാണ് നടന്നത്? ബംഗാളിലാണ് നടന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിട്ടാണ് ഈ 2 കലാപങ്ങൾ നടക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയാന്മാരായിട്ടുള്ള മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് മലബാറിലാണ് കലാപങ്ങൾ പുറപ്പെട്ടത്. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇവ ഫറാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പോൾ 4 കലാപങ്ങളായി. ഒന്ന് സന്യാസി കലാപം, ഫക്കീർ കലാപം ബംഗാളിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ. 19-ാം നൂറ്റാണ്ടിൽ മലബാർ കലാപം. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇവയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫറാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഫറാസി കലാപങ്ങൾ, ഫക്കീർ കലാപം, സന്യാസി കലാപം, മലബാർ കലാപം. കർഷകരെ കൂടാതെ ഗോത്രവർഗത്തിനെയും ഇവർ ദ്രോഹിച്ചിരുന്നല്ലോ. അപ്പോൾ ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ടു. ഇത്തരത്തിൽ കലാപത്തിലിറങ്ങിയ ഗോത്രവിഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ചേരുംപടി ചേർക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. മറാത്തയിലെ ബീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ച് നമുക്കറിയാം. അതേപോലെ മറാത്തയിലെ ബീലുകളും അഹമ്മദ് നഗറിലെ കോലികളും ഛോട്ടാ നാഗ്പൂരിലെ കോളുകളും രാജ്മഹൽ കുന്നിലെ സാന്താൾമാരും. ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കാം. ചേരുംപടി ചേർക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് സാന്താൾ കലാപത്തിലേക്ക് പോകാം. സാന്താൾ കലാപം ബംഗാൾ പ്രവിശ്യയിൽ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. അപ്പോൾ എവിടെയാണ് സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്? രാജ്മഹൽ കുന്നുകൾ, ബംഗാൾ പ്രവിശ്യയിൽ. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. ഈ സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത 2 വ്യക്തികളെ ഓർക്കണം. സിദ്ധുവും കാൻഹുവുമായിരുന്നു സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയിട്ടുള്ള മറ്റൊരു വിഭാഗം. ഗോത്രജനതയും അതേപോലെ കർഷകരും നെയ്ത്തുകാരും മാത്രമല്ല, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും കലാപത്തിനിറങ്ങിയിട്ടുണ്ട്. അതിൽ പെടുന്ന നേതൃത്വം കൊടുത്ത ചിലരാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചേരുംപടി ചേർക്കാൻ ചോദിക്കാവുന്നതാണ്. ഔദിലെ രാജ ചെയ്ത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, അതേപോലെ ശിവഗംഗയിലെ മരുത്തുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. അപ്പോൾ മലബാറിലെ പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ അത് നമുക്ക് അറിയാം. അതേപോലെ മറ്റുള്ളവയും ഓർത്തു വെക്കുക. കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, ശിവഗംഗയിലെ മരുത്തുപാണ്ഡ്യൻ, ഔദിലെ രാജ ചെയ്ത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. കേരളത്തിലെ കലാപങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു ഇത് പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിലെ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. വർഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതിനെക്കുറിച്ച് കലാപത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പഴശ്ശിരാജയെ സഹായിച്ച, അദ്ദേഹത്തിന് യുദ്ധത്തിന് സഹായിച്ച ആൾക്കാരുടെ പേരവിടെയുണ്ട്. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ.
തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരായ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ കൊച്ചിയിലെ പാലിയത്തച്ഛൻ, തിരുവിതാംകൂറിലെ ധവളയായിരുന്ന വേലുത്തമ്പി ദളവ ഇവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിത്വങ്ങളാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായിട്ടുള്ള കുണ്ടറ വിളംബരം. അപ്പോൾ 1809 കുണ്ടറ വിളംബരം നടന്നിട്ടുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അതേപോലെ ദത്തവകാശ നിരോധന നിയമം, ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയിട്ടുള്ള ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായിട്ട് അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടുള്ള നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഈ കമ്പനി പട്ടാളത്തിലെ ശിപ്പായിമാരുടെ ജീവിതം വളരെ ദയനീയമായിരുന്നു. തുച്ഛമായിട്ടുള്ള വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടുന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായിട്ടുള്ള ഭക്ഷണം ഇവയൊക്കെ കൊണ്ട് ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. ഈ സമയത്താണ് അവർക്ക് ഇടയിലെ എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്യുന്നത്. ഈ തോക്കിൽ ഉപയോഗിച്ചിരുന്ന വെടിയുണ്ട നിർമ്മിക്കുന്നതിന് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടുള്ളതാണെന്നും ഉള്ള വാർത്തയും പരന്നു. അതോടുകൂടി സൈനികർ പ്രകോപിതരായി. അപ്പോൾ ഇതോടുകൂടി അവർ പ്രതിഷേധമുയർത്തുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. 3 കാരണങ്ങളാണ്. ഒന്ന്, അവരുടെ ദയനീയമായിട്ടുള്ള ജീവിതം. മറ്റൊന്ന്, അവർ ഉപയോഗിക്കുന്ന തോക്കിലെ വെടിയുണ്ട അത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വാർത്ത. അതേപോലെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടിയിൽ എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരുന്നെന്നുള്ള വാർത്ത. ഇതൊക്കെ കൊണ്ട് സൈനികർ പ്രകോപിതരാകുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശിപ്പായിമാർക്കിടയിൽ ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയത് മംഗൽ പാണ്ഡെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മംഗൽ പാണ്ഡെ സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായിട്ടുള്ള രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റിൽ. കലാപത്തിനിറങ്ങിയിട്ടുള്ള സൈനികർ എന്ത് ചെയ്തു? ഡൽഹിയിലെത്തി അവിടുത്തെ അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും കലാപം പടർന്നു. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ 2 പേരുണ്ടായിരുന്നു, നാനാ സാഹിബും പിന്നെ താന്തിയ തോപ്പിയും. ഝാൻസിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ റാണി ലക്ഷ്മിബായി. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദിൽ മൗലവി അഹമ്മദുല്ല. ആരയിൽ കൻവർ സിംഗ്. അപ്പോൾ കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുല്ല, ആരയിൽ കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ കലാപകാരികൾ ഡൽഹിയിലെത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ബഹദൂർ ഷാ സഫറിനെ ബഹദൂർ ഷാ സഫറും രണ്ടാമനും എല്ലാവരും ഒന്ന് തന്നെയാണ്, രണ്ടും ഒരാളാണ്. അപ്പോൾ ഈ ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്കാണ് നാടുകടത്തിയത്. ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് റങ്കൂണിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ബഹദൂർ ഷാ സഫറിൻ്റെ വാക്കുകളാണിവ. ബഹദൂർ ഷാ സഫറിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കലാപകാരികൾ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പക്ഷേ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടു. അതിനുള്ള കാരണങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 5 പോയിന്റുകളാണുള്ളത്, ഓർമ്മിച്ച് വെക്കുക. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപം ഉണ്ടായിരുന്നെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം കൈവന്നിരുന്നില്ല. പിന്നൊന്ന്, കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്കുണ്ടായിരുന്നു.
ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. അതേപോലെ സമ്പന്നമായിട്ടുള്ള നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. സമ്പന്നരായിട്ടുള്ള നാട്ടുരാജാക്കന്മാരും അതേപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരും കമ്പനിക്ക് പിന്തുണ നൽകി. ഇതൊക്കെ കൊണ്ട് എന്ത് പറ്റി? ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന പ്രദേശങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഭൂപടത്തിൽ. കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മതത്തിനതീതമായിട്ട് ഇന്ത്യൻ ജനത ഉയർത്തിയ ബോധമായിരുന്നു. കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മതത്തിനതീതമായിട്ട് ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ഇതായിരുന്നു അവരെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ ആയി പ്രഖ്യാപിക്കാൻ ശിപ്പായിമാരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തി എന്നാണ് ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള കാരണം അവരുടെ ഇന്ത്യൻ ജനതയുടെ ഐക്യബോധ്യമായിരുന്നു. പക്ഷേ ഈ കലാപം വിജയിക്കാൻ സാധിച്ചില്ല. അത് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി കൈകളിലേക്ക് എത്തുകയാണ് പിന്നീട് ഉണ്ടായത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് വരാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം. ഇനി ഇതിൽ വിലയിരുത്താൻ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. വിലയിരുത്താൻ ചോദ്യത്തിൽ ചേരുംപടി ചേർക്കാനുണ്ട്, നമുക്കൊന്ന് നോക്കാം. എ കോളത്തിൽ സാന്താൾ, ബഹദൂർ ഷാ രണ്ടാമൻ, പഴശ്ശിരാജ, നാനാ സാഹിബ്. അതേപോലെ ബിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാന്താളിന് യോജിച്ചത് എന്താ? സാന്താൾ കലാപം എന്ന് പറയുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരാണ്? സിദ്ധുവും കാൻഹുവാണ്. അതേപോലെ ബഹദൂർ ഷാ രണ്ടാമൻ, അദ്ദേഹത്തെ എവിടെ ചെന്നിട്ടാണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്? ഡൽഹിയിൽ ചെന്നിട്ടാണ്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. പഴശ്ശിരാജ തലക്കൽ ചന്തു, അദ്ദേഹത്തിൻ്റെ പടയ്ക്ക് നേതൃത്വം നൽകിയ ആളാണ് തലക്കൽ ചന്തു. അടുത്ത ആൾ നാനാ സാഹിബ്, കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ് നാനാ സാഹിബ്. മറ്റൊരാൾ താന്തിയ തോപ്പി. അപ്പോൾ ഈ ഒരു പട്ടിക തന്നെ അതേപടി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വിലയിരുത്താൻ ചോദ്യങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഇതിന് ശേഷമുള്ള ചാപ്റ്ററിന് ശേഷം പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങളും പിന്നീടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടം അടുത്ത ചാപ്റ്ററുകളായിട്ടാണുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.